Hi dear friends, Assalamu alaikum, Namaskaram, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോയിലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ ഒന്ന് മസാല ഒക്കെ ഒന്ന് പുരട്ടി എടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. പൊരിക്കാതെ നേരിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1.5-2 സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ, പിന്നെ ലെമൺ ജ്യൂസ് കേട്ടോ. ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഞാനും ഇഷ്ടത്തിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മസാലയിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം, കാരണം ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ലൂസായി പോവും. അപ്പോൾ ആ സമയത്ത് ഞാനിതിലേക്ക് നാരങ്ങ പീണ് കണ്ടപ്പോൾ ഇഷ്ടന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കലക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലൊന്നും കൊടുത്തിട്ട് പറ്റുന്നില്ല, ഈ വലിയ ഗ്ലാസ്സിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു സ്പൂണൊക്കെ ഇട്ടിട്ടാണ് അതിൽ ഇട്ടിട്ട് കഴിക്കുന്നത്. ഇതിപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യണോണ്ടാണ് തോന്നുന്നത്. എന്ത് കഴിക്കുകയാണെങ്കിലും അപ്പം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ അവന് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സവാളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ സമയം ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെമ്പട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച് എടുത്ത ആ ഒരു എണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മളിതിൽ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാല റെഡിമെയ്ഡ് വാങ്ങുന്ന ബിരിയാണി മസാല ആകുമ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സവാള വാടി കിട്ടാനുള്ള ഈ ഒരു ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം പോയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ ചിക്കൻ പൊരിക്കാതെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കന് നമ്മൾ പൊരിക്കാത്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഈ സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല, വെന്ത ചിക്കനല്ലേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതിലേക്ക് നമുക്ക് റൈസ് വേവിക്കാനുള്ള അരി ഒന്ന് അളന്നെടുക്കുകയാണ്. ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അരി ചിക്കനൊക്കെ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മസാല ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ വേവിക്കാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ പൊരിക്കാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറിലാണ് കേട്ടോ നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഈസി ആയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം കുക്കറിലാണ് ഈ ഒരു റൈസ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ അരി നമ്മൾ ഊറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 3 ഗ്ലാസ് തികച്ച് വെള്ളം വെച്ചിട്ടില്ല, ഒരു 2.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ കുക്കറിലായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു തക്കോലം, അതേപോലെ 2-3 ഗ്രാമ്പു, ഒരു 2 ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഇടുമ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലെമണിൻ്റെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ബിരിയാണി വെക്കുമ്പോൾ ഓയിൽ ചേർത്തിട്ട് വെക്കുന്നതാണ് ഒന്നും കൂടെ അരിക്കൊരു മയം തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇതിലേക്ക് നമ്മൾ റൈസ് അരി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ. അതിന് മുമ്പേ തന്നെ നമ്മൾ വേഗം അരി ഇട്ടിട്ട് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേട്ടോ, ഒറ്റ വിസിൽ വന്നാൽ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 4 ടീസ്പൂണോളം ബിരിയാണി മസാലയാണ് കേട്ടോ, റെഡിമെയ്ഡ് വാങ്ങിച്ച ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ മാറിപ്പോവരുത്, 4 ടീസ്പൂണാണ് കേട്ടോ. 4 ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി മസാലയിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം കേട്ടോ പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഒരു 2 പൊടി മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ബിരിയാണി മസാല ഒക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളെ ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ബാക്കി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ 1 കിലോ ചിക്കനൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5.5 സ്പൂണോളൊക്കെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ വെളിച്ചമൊക്കെ പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ തൈരും നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കാരണം ചിക്കനൊക്കെ വെന്തതുകൊണ്ട് ഇനി കൂടുതൽ വേവാനൊന്നുമില്ല. അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ കുക്കറൊക്കെ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്, ആ സമയത്ത് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ചിക്കൻ പൊരിക്കാതെ ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ മല്ലിയിലയും പുതിനയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ വെളിച്ചം കുറഞ്ഞത്. ഇനി ഈ ഒരു സമയത്ത് ഞാനൊരു 2-3 പച്ചമുളക് നെടുകെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഈ ഒരു പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടൊന്നല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഇതുപോലെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ട് അരി ഊറ്റിയെടുക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പം കുക്കറിൽ ഇങ്ങനെ നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് ഒരു 3/4 ഭാഗം വേവേ ആയിട്ടുള്ളൂ കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ റൈസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് RKG ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ RKGയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അഭിപ്രായം ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ സൂപ്പർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.